നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 65. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 65. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. 9-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ 8-ാമത്തെ ശ്ലോകം പറഞ്ഞിരുന്നു. അപ്പോൾ 9-ാമത്തെ ശ്ലോകം ധർമ്മസ്യ ഹി അപവർഗസ്യ ന അർത്ഥയോ ഉപകൽപ്പതേ ന അർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതാം. ധർമ്മസ്യ ഹി അപവർഗസ്യ ന അർത്ഥയോ ഉപകൽപ്പതേ ന അർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതാ. ഈ ശ്ലോകത്തിനർത്ഥം പറയാം, അപവർഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ള ധർമ്മത്തിൻ്റെ പ്രയോജനത്തിനായിക്കൊണ്ട് ധനം സമർത്ഥമല്ല. ധനം അതായത് ആധ്യാത്മിക കാര്യങ്ങൾ വശമാവാനും അത് പഠിച്ച് ഉപകരിക്കാനും ധനം ഒരു മാർഗമല്ല. ധർമ്മത്തെ മുഖ്യത്വേന നിശ്ചയിച്ചിരിക്കുന്ന അർത്ഥത്തിൻ്റെ അപ്പോൾ ശരിയായ അർത്ഥം എന്താ? ധർമ്മത്തെ മുഖ്യത്വേന നിശ്ചയിച്ചിരിക്കുന്നത് എന്താ? അതാണ് ധനം. അപ്പോൾ അർത്ഥത്തിൻ്റെ ലാഭത്തിനായിക്കൊണ്ട് വിഷയഭോഗം സ്മരിക്കപ്പെടുന്നില്ല. വളരെ ഒരു ട്രിക്കി ശ്ലോകമാണത്. ഇതിൻ്റെ അർത്ഥം അറിയാണ്ട് ഇത് കാണാൻ പാഠം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. പറഞ്ഞുതരാം, അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹരിഭക്തിയാൽ വേറൊരു ഭക്തിയില്ല. ഹരിയിൽ നിന്ന് താഴെ ഒരു ഭക്തിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹരിയിൽ നിന്ന് താഴെ ഉള്ളവരോടുള്ള ഭക്തി വേണ്ട, ഹരിഭക്തി. അതായത് നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ് കേൾക്കുന്നവരെന്നുള്ള ധാരണയിലാണ് ഞാൻ വിത്തൗട്ട് എനി പ്രെജുഡീസ്, ഒരു തരത്തിലുള്ള എന്താണെന്നാ പറയുക, ഹൈഡൻ അജണ്ട ഇല്ലാണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏകനാണ്. അദ്ദേഹത്തിന് പല പേരുകളിലും അറിയപ്പെടുന്നു മാത്രം. അപ്പോൾ അതിൽ ബ്രഹ്മാവ് കൂടി വരുന്നില്ല, ശിവനും കൂടിയും വരുന്നില്ല. എന്നാൽ ശിവൻ വരുന്നുണ്ടേനി. അപ്പോൾ ത്രിമൂർത്തികൾ, ആ ത്രിമൂർത്തികൾ തന്നെ പറയണു, ഞങ്ങൾക്ക് തന്നിട്ടുള്ള ജോലി തമോ ഗുണം രജോ ഗുണമാണ്. അപ്പോൾ തമോ ഗുണം രജോ ഗുണം അവിടെ ഒഴുക്കി വെച്ചാൽ പിന്നെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? സാത്വിക ഗുണം. അതിൻ്റെ ആളാരാ? ശ്രീഹരി. അപ്പോൾ ശ്രീഹരി ഭക്തിയിൽ വിഷയവൈരാഗ്യവും അതിനാൽ ആത്മജ്ഞാനവും, ലൗകിക ഗുണങ്ങളെ അങ്ങോട്ട് മാറ്റിയിട്ടാൽ എന്തുണ്ടോ അതാണ് ഹരിഭക്തി. ലൈംഗിക ഗുണങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ കർമ്മം കൊണ്ടാണ്. അപ്പോൾ ഭഗവാന് ഭുക്തിമുക്തിപ്രദ എന്നൊരു പേരുണ്ട്. ഭുക്തി, സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിപ്പിക്കും ഭഗവാൻ. പക്ഷെ ചോദിക്കരുത്, അദ്ദേഹം തരും. ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ തരും. അപ്പോൾ ഹരിഭക്തിയുടെ കർമ്മം എന്താ? വിഷയവൈരാഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ആഹാരം കഴിച്ചാൽ ആണ് എനിക്ക് സംതൃപ്തി ആവുള്ളൂ എന്ന് ഒരിക്കലും പറയരുത്. കാരണം ഈ കഴിക്കുന്ന ആഹാരം തമോ ഗുണമുള്ളതാണോ രജോ ഗുണമുള്ളതാണോ?
അതറിയണം. അതുകൊണ്ടാണ് ഭാഗവത മാഹാത്മ്യത്തിനെ നിരാകരിച്ചുകൊണ്ട് ഭാഗവതം പഠിക്കരുത്. പരിപ്പ് കഴിക്കരുത്, കയ്പയ്ക്ക കഴിക്കരുത്. എന്താ പറയാൻ കാരണം? അതൊക്കെ രജോ ഗുണത്തിനെ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഹരിഭക്തി വരില്ല അവിടെ. അപ്പോൾ പറഞ്ഞു, അതിനാൽ ആത്മജ്ഞാനവും സിദ്ധിക്കുന്നതിനാൽ വിഷയവൈരാഗ്യം വന്നാൽ മാത്രമേ ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ടൈം ലൈനിൽ. എൻ്റെ ടൈം ലൈൻ ചെക്ക് ചെയ്യണത് വളരെ നന്നായിരിക്കും. കാരണം ഓരോ ദിവസം ഒരു 3-4 പോസ്റ്റ് ഇടും. അതൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള സാരങ്ങളാണ്. എന്താ? സൂര്യകിരണങ്ങളെ കൊണ്ട് ഉൽപ്പാദിക്കപ്പെടുന്ന നീരാവി ഘനീഭവിച്ച് മേഘമായാൽ അത് സൂര്യനെ മറിക്കുന്നു. പക്ഷെ അത് ടെമ്പററി ഫിനോമിനയാണ്. അപ്പോൾ സൂര്യനാൽ കൃതമായ വസ്തു സൂര്യനെ മറിക്കുന്നു. അതേപോലെ ആത്മാവിൻ്റെ സവിധത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സും അഹങ്കാരവും ബുദ്ധിയും ആത്മാവിനെ മറിക്കണമെന്നാണ്. നിങ്ങൾക്ക് എന്നോട് തുറന്ന് സംവാദം ചെയ്യാം. എന്നോട് ഫോണിൽ വിളിച്ച് ചോദിക്കാം. നിങ്ങൾ 10 പൈസ എനിക്ക് തരണ്ട, ഗൂഗിൾ പേ ഒന്നും ഇല്ല. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക. 1000 ആൾ 10,000 ആളെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരാളാണെങ്കിൽ മതി, ധാരാളമായി. അപ്പോൾ ആത്മാവിൻ്റെ സവിധത്തിൽ മാത്രമേ ഈ മനസ്സും വാക്കും ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ആ മനസ്സും വാക്കും ബുദ്ധിയും തന്നെയാണ് ആരെ മറിക്കണത്? ആത്മാവിനെ മറിക്കണത്. ഇത് മനസ്സിലായാൽ എല്ലാം മനസ്സിലായി. അപ്പോൾ ഇവിടെ അപ്പോൾ പറഞ്ഞു, ആത്മജ്ഞാനവും സിദ്ധിക്കുന്നതിനാൽ ഹരിഭക്തി പരമധർമ്മമെന്നാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ 8 ശ്ലോകം കൊണ്ട് ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അമേരിക്കൻ ഡോളറോ പിന്നെ ഗൾഫിലത്തെ ദിറാമോ അതൊന്നും അല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയോ അതൊന്നും അല്ല പാരാമീറ്റർ. ധർമ്മം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തല്ലറിൽ ATM കാർഡ് ഇട്ടാൽ മനസ്സിലാവില്ലല്ലോ. ഇത് ചകഞ്ഞ് അനുഭവിക്കുന്ന വേണ്ടേ? അതുകൊണ്ടാണ് മുമ്പ് കഴിഞ്ഞ 8 ശ്ലോകം കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതല്ല മറ്റു ചിലരുടെ അഭിപ്രായം. ധർമ്മത്തിൻ്റെ ഫലം അർത്ഥം, അർത്ഥത്തിൻ്റെ ഫലം കാമം, അതായത് വിഷയഭോഗം, കാമത്തിൻ്റെ ഫലം ഇന്ദ്രിയപ്രീതി, ഇന്ദ്രിയപ്രീതി നിമിത്തം വീണ്ടും പ്രവൃത്തി, പിന്നെയും ധർമാർത്ഥാദി പ്രാപ്തി. അതുകൊണ്ട് അർത്ഥം ആർജനത്തിനു വേണ്ടി ധർമ്മം സമ്പാദിക്കേണ്ടതാണ് എന്നാണ് അന്യന്മാരുടെ ആചാര്യന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാ? സനാതനധർമ്മം അല്ലാത്ത ആചാര്യന്മാർ. ആ പക്ഷത്തെ നിരാകരിപ്പാനാണ് ഇതും ഇനിയത്തേതുമായ 2 പദ്യങ്ങളെ ആരംഭിച്ചിട്ടുള്ളത്. ഇതൊന്നും അറിയാതെ കണ്ട് നമ്മളത് ഇങ്ങോട്ട് വായിച്ചു പോയിട്ട് എന്താ കാര്യം? വിഷം തീണ്ടിയ ആൾ ഉറങ്ങാൻ പാടില്ല, ആഹാരം കഴിക്കാൻ പാടില്ല. അയ്യോ എൻ്റെ കുട്ടിക്ക് വിശക്കൂലോ എന്ന് പറഞ്ഞിട്ട് ആഹാരം കൊടുത്തു ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഉണ്ടാവുക? വിഷം കയറും. അപ്പോൾ വിഷം തീണ്ടിയ ഭാഗത്തിൻ്റെ മേൽഭാഗത്ത് മുറുക്കി കെട്ടാൻ പറയും, ചോര മേപ്പിട്ട് കയറാത്ത തരത്തിൽ. അയ്യോ എൻ്റെ കുട്ടിക്ക് വേദനിക്കുമല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് വേദനിക്കുമല്ലോ, എൻ്റെ ഭർത്താവിന് വേദനിക്കുമല്ലോ പറഞ്ഞ് കെട്ടിയില്ലെങ്കിലത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ നമ്മൾ അർത്ഥസമ്പാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് സമ്പാദിക്കലല്ല, ധർമ്മം സമ്പാദിക്കലാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മപ്രാപ്തി. പക്ഷേ ഇന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളിൽ പോയാൽ ധർമ്മ ഏതാ അധർമ്മ ഏതാ അറിയോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഭാഗവതത്തിനെ നമ്മൾ എങ്ങനെ അത് അർഹിക്കുന്ന രീതിയിൽ പഠിക്കണം. എന്നെന്താ? നമുക്ക് ശാന്തി, സമാധാനം, മുമുക്ഷുത്വം. അപ്പോൾ ശാന്തി തന്നെയാണ് സമാധാനം തരുന്നത്. ഈ ശാന്തിയും സമാധാനമാണ് മുമുക്ഷുത്വം. അപ്പോൾ നമുക്ക് ജനിക്കണമെന്ന് തോന്നില്ല. കാരണം ഈ മാതൃഗർഭത്തിലുള്ള നിവാസം, താമസം അത്ര സുഖമുള്ളതല്ല. മരണവെപ്രാളം അതത്ര സുഖത്തിലല്ല. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് ജീവിത സന്ധാരണം ചെയ്താൽ പിന്നെന്താ? നമ്മൾ ജീവിക്കാൻ പാടില്ല, നമ്മൾ ജനിക്കാൻ പാടില്ല, ജനന മരണങ്ങളിൽ നിന്ന് ഒഴിവാവുക. ഇതാണ് ഉദ്ദേശം.
അല്ലാണ്ട് നീ എന്നെ 6-7 ജന്മം എൻ്റെ പ്രിയയായിരിക്കണം, നിങ്ങൾ എൻ്റെ പ്രിയനാവണമെന്ന് പറഞ്ഞാൽ യാതൊരു സാങ്കത്യമില്ല. അതുകൊണ്ടാണ് ഇനി അടുത്ത ഇത് നോക്കിക്കോളൂ. സംസാര സങ്കടങ്ങളെ തീരെ നശിപ്പിച്ച് നിത്യാനന്ദ സ്വരൂപമായ മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ വശക്കേടായി. സാധിപ്പിക്കുവാനുള്ള മുഖ്യ സാധനമായ ധർമ്മത്തിൻ്റെ മുഖ്യമായ പ്രയോജനം അർത്ഥത്തെ ജനിപ്പിക്കുകയാണെന്ന് വന്നുകൂടാ. കാശ് ഉണ്ടാക്കലാണ് നമ്മുടെ മുഖ്യധർമ്മം എന്ന് വിചാരിച്ചത് തെറ്റി. കാശ് വേണ്ട. ഇപ്പോൾ എനിക്ക് കാശ് അധികം വന്നാൽ ഞാനിത് നിർത്തും. കാരണം കാമക്രോധ മത മത്സരങ്ങൾ തുടങ്ങും. അപ്പോൾ എന്ത് വേണം? ഉപജീവിക്കാനുള്ള കാശ് മതി. ജീവൻ കടക്കാനുള്ള കാശ് മതി. അത് വരുന്നുണ്ടേനും കുഴപ്പമില്ല. പിന്നെ ഈശ്വരൻ എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്? എൻ്റെ ജന്മാന്തര വാസനകളിൽ നിന്ന് എൻ്റെ ശരീരം എങ്ങനെ നന്നാവണം, എങ്ങനെ അധപ്പതിക്കണം, എൻ്റെ ശരീരം എങ്ങനെ വീഴണം, ഈ ശരീരത്തിൽ നിന്ന് അദ്ദേഹം എങ്ങനെ പടിയിറങ്ങി പോകണം എന്നുള്ളതൊക്കെ പ്രീഡിസ്റ്റൈൻഡാണ്. ഇത്രയും മനസ്സിലാക്കിയ ഭാഗവതം മനസ്സിലായി. അപ്പോൾ മത്സരബുദ്ധിയോടുകൂടി മറ്റുള്ള കുടുംബാംഗങ്ങൾക്കുള്ള പോലെ ധനാഢ്യത, കാറ്, കോപ്പൊക്കെ എനിക്ക് വേണമെന്ന് വിചാരിക്കണതല്ല ഭാഗവതം. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭക്തന്മാരെ ആദ്യം ഞാൻ അവരുടെ ധനം ലൂട്ട് ചെയ്യും. അപ്പോൾ ധനം ലൂട്ട് ചെയ്താൽ അവർ എന്തു ചെയ്യും? ദുഃഖിക്കും. ആ ദുഃഖം കൊണ്ട് ദുഃഖത്തിനെ തരണം ചെയ്യാൻ ഈശ്വരപ്രാപ്തി നടത്തും അവർ. അപ്പം ഞാൻ പ്രസന്നനാവും. ഈ ഒരു വിദ്യ അറിയാതെ കണ്ട് എനിക്ക് അംബാനി പോലെ ആവണം, അങ്ങനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അർത്ഥം നശ്വരമാകയാൽ. അർത്ഥം, സമ്പത്ത് എന്നുള്ളത്, പിന്നെ കാശ് എന്നുള്ളത് നശ്വരമാണ്, അനശ്വരമല്ല. നശ്വരമാകയാൽ പ്രാപ്തി ക്ഷണിക സുഖത്തെയല്ലാതെ. ക്ഷണിക സുഖം. ഈ ആരോഗ്യം എന്നുണ്ടാവുമോ? ഇല്ല. ഇപ്പോൾ പുത്രോൽപാദനശേഷി ആണ് വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യനെ വേണ്ട വെക്കണം എന്നല്ല പറഞ്ഞത്. ഭാര്യയും ഭർത്താവും കൂടി ഈശ്വരോപാസന ചെയ്യണമെന്ന് അർത്ഥം. പിന്നെ എന്തിന്? മോക്ഷത്തിന്. അതാണ് വനവാസികൾ വാനപ്രസ്ഥത്തിന് മുമ്പ് ഭാര്യനെയും കൂട്ടി പോവുക. എന്നിട്ടോ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അയാളുടെ ഒപ്പം ചെതയിൽ ചാടുക. അപ്പോൾ പറയും, നമ്മളെന്തിനാ പഴയ നൂറ്റാണ്ടിലേക്ക് പോകുന്നത്? അത് പ്രാകൃതല്ലേ? അല്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, നശ്വരമാകയാൽ അതിൻ്റെ പ്രാപ്തി ക്ഷണിക സുഖത്തെ അല്ലാതെ ശാശ്വത സുഖത്തെ നൽകാത്തതിനാൽ അർത്ഥത്തെ ജനിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ധർമ്മം കൃതാർത്ഥമായി ഭവിക്കയില്ല. അതുപോലെ തന്നെ ധർമ്മത്തെ നിലനിർത്തേണ്ടതിൻ്റെ മുഖ്യ സാധനത്വേന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം ഇന്ദ്രിയപ്രീതിയെ ജനിപ്പിക്കുന്ന വിഷയഭോഗം കൊണ്ട് മാത്രം കൃതകൃത്യമായും എന്ന് വരുന്നതല്ല. അതായത് ധർമ്മപരിപാലനത്തിന് ഉപയോഗിക്കേണ്ട ധനം വിഷയഭോഗങ്ങൾക്ക് ഉപയോഗിച്ചാൽ നരകം ഫലം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. അതായത് ധർമ്മപരിപാലനം, മോക്ഷപ്രാപ്തിക്ക് ഉതകേണ്ട ധനം, അവിടെയാണ് ഈ പഞ്ചയത്യത്തിൻ്റെ മഹിമ വരുന്നത്. അതായത് 1 രൂപയുടെ 20%, 20 പൈസ അച്ഛനമ്മമാർക്ക് കൊടുക്കണം. അവരെന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. അതേപോലെ കുടുംബത്തെ പോറ്റണം, അമ്പലങ്ങൾക്ക് കൊടുക്കണം, ആചാര്യന്മാർക്ക് കൊടുക്കണം. പിന്നെ 20 പൈസയുള്ളൂ. അതുകൊണ്ട് വേണം ഉപജീവനം ചെയ്യാൻ. അതാണ് ധർമ്മപരിപാലനം എന്ന് പറഞ്ഞത്. അപ്പോൾ സഹോദരന്മാരെ മൈൻഡ് ചെയ്യാതെ കണ്ട്, അച്ഛനമ്മമാരെ മൈൻഡ് ചെയ്യാതെ കണ്ട്, ക്ഷേത്രങ്ങളെ മൈൻഡ് ചെയ്യാതെ കണ്ട്, സമൂഹത്തെ മൈൻഡ് ചെയ്യാതെ കണ്ട് ഉണ്ടാവുന്ന സമ്പത്ത് വിഷയഭോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ നരകം ഫലം. ഇതറിയാണ്ട് ഭാഗവതം പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഭോഗവാസന
ഭോഗാവസാനത്തിൽ ഇന്ദ്രിയപ്രീതിയും അവസാനിക്കുന്നതിനാൽ അർത്ഥത്തെ ഇന്ദ്രിയപ്രീതി രൂപമായ തുച്ഛഫലത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചു എന്നേ വരുന്നുള്ളൂ. ഏതിനെ? അർത്ഥത്തെ. അപ്പോൾ ഈ 9-ാമത്തെ ശ്ലോകം അധ്യായത്തിൽ 1-ാം സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം അറിയാണ്ട് പോയാൽ അപകടം. ഇനി 10-ാമത്തെ ശ്ലോകം. കാമസ്യ ന ഇന്ദ്രിയ പ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥോ യശ്ചേഹ കർമ്മഭി. കാമസ്യ ന ഇന്ദ്രിയ പ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥോ യശ്ചേഹ കർമ്മഭി. വിഷയഭോഗത്തിന് ഇന്ദ്രിയങ്ങളുടെ പ്രീതി പ്രയോജനമല്ല. എത്രമാത്രം കൊണ്ട് ജീവിക്കുമോ അതുതന്നെ ലാഭം. എത്ര കാലം ജീവിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ജീവനത്തിൻ്റെ പ്രയോജനം ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് യാതൊരു ഫലമോ അതല്ല, തത്വത്തെ അറിവാനുള്ള ആഗ്രഹമാകുന്നു. ഈ ജീവൻ്റെ പരമ ഉദ്ദേശം എന്താ? പരമമായ ഉദ്ദേശം ഈശ്വരനെ അറിയാതുള്ളതാണ്. ഈശ്വരേത അറിയാത്ത ജന്മം പാഴാണെന്നാണ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോണത്? ഭക്തി ഉണ്ടാവാനാവണം, ഭക്തിനെ സംരക്ഷിക്കാൻ. അപ്പോൾ പറഞ്ഞു വിഷയഭോഗരൂപമായ കാമത്തിൻ്റെ പരമപ്രയോജനം ഇന്ദ്രിയപ്രീതി അല്ല. ഇന്ദ്രിയങ്ങൾ ഈശ്വരോപാസനയ്ക്കുള്ളതാണ്. ഏത്? കണ്ണുകൊണ്ട് സജ്ജനങ്ങളെ കാണുക, മൂക്ക് കൊണ്ട് പ്രസാദങ്ങൾ ഘ്രാണിക്കുക, നാവ് കൊണ്ട് പ്രസാദങ്ങൾ അനുഭവിക്കുക, ഈശ്വരനാമം ചൊല്ലുക, കൈ കൊണ്ട് മറ്റുള്ളവരെ വന്ദിക്കുക, കാലുകൊണ്ട് പ്രദക്ഷിണങ്ങൾ ചെയ്യുക. ഇത് പറഞ്ഞ് പഠിപ്പിക്കാതെ കണ്ട് അതാണ് ഇന്നത്തെ അലോരസങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ വിഷയഭോഗരൂപമായ കാമം പാടില്ല. ഈശ്വരപ്രീതിയോടുകൂടി ഈശ്വരീയത നിലനിർത്താനുള്ള കാമം ആവാം. കാമം എന്നുള്ള വാക്കിന് കുഴപ്പമില്ല. അപ്പോൾ പരമപ്രയോജനം ഇന്ദ്രിയപ്രീതിയല്ല. ഇന്ദ്രിയങ്ങൾ കാമഭോഗത്താൽ തൃപ്തിയെ പ്രാപിക്കില്ല. അപ്പോൾ സ്ത്രീ എത്ര സൗന്ദര്യവതിയാണെങ്കിലും ശരി, ഭർത്താവ് എത്ര ആരോഗ്യവാനാണെങ്കിലും ശരി, അതിൽ നിന്ന് കിട്ടുന്ന രസത്തിന് അനുഭൂതിക്ക് നൈമിഷികം എന്ന് പറയുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞാൽ ദുഃഖം. നേരെ മറിച്ച് ആ എനർജീനെ നമ്മൾ ആധ്യാത്മികമായ ധർമ്മത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ശ്രേഷ്ഠത. ജന്മം പാഴാക്കരുത്. അപ്പോൾ ഇവിടെ പറയുന്നു വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയേ ചെയ്യുകയുള്ളൂ. എന്നാൽ എത്രമാത്രമുള്ള വിഷയഭോഗത്താൽ ജീവിച്ചിരിപ്പാൻ കഴിയുമോ അത്രമാത്രമുള്ള വിഷയസേവ ചെയ്യുന്നത് തന്നെ കാമത്തിൻ്റെ മുഖ്യപ്രയോജനം. ജീവനത്തിൻ്റെ പ്രയോജനം കർമ്മങ്ങൾ ചെയ്ത് അർത്ഥാദികളെ വീണ്ടും സമ്പാദിക്കുന്നതിലല്ല. ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഈ വിധം സംസാര ദുഃഖം അനുഭവിക്കാൻ സംഗതി വരികയില്ലയോ. അതായത് നശ്വരം മേതെ അനശ്വരം മേതെ എന്ന് അറിഞ്ഞാൽ രക്ഷപ്പെട്ടു. ശരീരം എന്നല്ലെങ്കിൽ നശിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ വാസനകളെ നമ്മൾക്ക് കരിയിപ്പിച്ച് കളയാൻ സാധിക്കണം. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് വിവാഹം കഴിക്കണ്ടെന്നോ പുത്രോത്പാദനം വേണ്ടെന്നോ സ്ത്രീ സുഖം പുരുഷ സുഖം വേണ്ടെന്ന് പറഞ്ഞില്ല. ആവശ്യത്തിന് അമൃതമായാൽ അധികമായാൽ അമൃതം വിഷം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം
സത്യസന്ധമായ ജീവിത സന്ധാരണത്തിന് ആധ്യാത്മിക പ്രബുദ്ധത ഇല്ലെങ്കിൽ നമ്മളെ ആരും ആശ്രയിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നോക്കൂ, 1000-ൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെങ്കിൽ 100-ൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1000-ൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ 999 ആൾക്കാർ നയിക്കുന്ന ആളാവുക. അല്ലാണ്ട് വൺ എമംഗ് ദം അതല്ല ഉദ്ദേശിച്ചത്. അപ്പം അതാരേ ആവുള്ളൂ? നോക്കൂ, ഒരു ഗ്രാമത്തിൽ ഒരു വിജ്ഞാനീനെയാണോ ആൾക്കാർ ബഹുമാനിക്കുക, ധനവാനെയാണോ ബഹുമാനിക്കുക? സത്യസന്ധമായിട്ട് പറയണം. നിങ്ങൾ ധനവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയാം. ജ്ഞാനീനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ് മാർക്കുണ്ട്. അപ്പോൾ ആ ജ്ഞാനി നിങ്ങളിൽ ഓരോരുത്തരുമായി കൂടെ ഈ ധനവാനാണല്ലോ കോമ്പറ്റീഷൻ വരുന്നത് അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നശ്വരം മേതെ അനശ്വരം മേതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കർമ്മം അനശ്വരമാണെന്നുള്ള അറിവ് കൊണ്ടാണ് ഞാനിത് യൂട്യൂബ് ആക്കിയിട്ടുള്ളത്. അല്ലാണ്ട് അത് ധനാഗമനം വേണം വിചാരിച്ചിട്ടല്ല. എന്നാൽ ഇനി അതിൽ നിന്ന് ധനാഗമനം ഉണ്ടായാൽ തന്നെ ഞാൻ എൻ്റെ എന്താണെന്നാ പറയുക, വിഷയഭോഗങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കില്ല. വിഷയഭോഗങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കില്ല. ഇങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കണോ, ജീവിക്കാൻ വേണ്ടി ഊണ് കഴിക്കണോ? ജീവിക്കാൻ വേണ്ടി കഴിക്കാം, അല്ലാണ്ട് ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. അവിടെയാണ് ഒരു ധനവാനും ഒരു വിജ്ഞാനിയും കൂടിയുള്ള വ്യത്യാസം. അപ്പോൾ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചാര്യേണ മറ്റുള്ളവരെ നയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാണ്ട് എനിക്ക് എത്ര ഫലപ്രാപ്തി ഉണ്ടാവും അതായിരിക്കരുത് ഉദ്ദേശം. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ റോട്ട് കൂടെ പോണവർക്ക് ചപ്പൽ വാങ്ങി കൊടുക്കും, ആഹാരം കാണിക്കൊടുക്കും. അമ്മാതിരി റീൽസ് പിന്നെ ധാരാളം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യും. എന്നാൽ അവരെന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ റീൽ പിന്നെ യൂട്യൂബ് കുറേ കൂടി വലുതാവട്ടെ, ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഞാൻ ഈ ക്യാമറയിൽ നോക്കി ഈ അനശ്വരമായ കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് ഒരാൾ നന്നായാൽ, അയാൾക്ക് പുനരഭിജനനം പുനരഭിമരണം ഇല്ലാതെകളായാൽ അത് എനിക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്ന ഡിപ്പോസിറ്റ്, ആധ്യാത്മിക ഡിപ്പോസിറ്റ് ചെറുതാവില്ല, വളരെ വലുതായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്തില്ല, എന്ത് ദുർഘടങ്ങൾ സംഭവിച്ചാലും ഞാൻ അളകില്ല. എൻ്റെ കുടുംബത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കും. അപ്പോഴും ഞാൻ ദുഃഖത്തിന് ഞാൻ അടിമപ്പെടില്ല. ദുഃഖത്തിന് അടിമപ്പെടാതെ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ദുഃഖനിവൃത്തിക്കുള്ള ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വിധം സംസാര ദുഃഖം അനുഭവിപ്പാൻ സംഗതി വരികയില്ലയോ, ആ പരമതത്വത്തെ അറിവാൻ ഉപകരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് മാത്രമാണ് ജീവിക്കുന്നതിൻ്റെ പരമപ്രയോജനം. അതായത് പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ സ്വയം നയിക്കുക എന്നുള്ളതാണ് ജീവൻ്റെ പ്രധാന കർമ്മം, അല്ലാണ്ട് കാശുണ്ടാക്കലല്ല. അത് കഴിഞ്ഞ് 11ാമത്തെ ശ്ലോകം പറയാം. വദന്തി തത്തതദ്വിദസ്തത്വം യജ്ഞാനമദ്വയം യജ്ഞമാനമദ്വയം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. വദന്തി തത്വവിദസ്തത്വം, വായിച്ചത് എന്താ നോക്കുക. തത്വവിദസ്തത്വം യജ്ഞം യജ്ഞാനം അദ്വയം
രണ്ട് എന്നുള്ളത് അതല്ല ജ്ഞാനം, ഒന്ന് എന്നുള്ളതാണ് ഏകത്വം. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. തത്വത്തെ അറിയുന്നവൻ ആ തത്വത്തെ രണ്ടെന്നുള്ളതില്ലാത്തതായ എന്ന് പറഞ്ഞാൽ ഏകത്വം എന്നർത്ഥം. തത്വത്തെ അറിയുന്നവൻ ആ തത്വത്തെ രണ്ടെന്നുള്ളതില്ലാത്തതായ യാതൊരു അറിവാണെന്ന് പറയുന്നു. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയപ്പെടുന്നു. ഏകത്വത്തെയാണ് എന്തു പറഞ്ഞത്? പരമാത്മാവ്, ഭഗവാൻ, ബ്രഹ്മം എന്ന് പറയുന്നത്. അതേതാ? ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം. എന്നാൽ തത്വജിജ്ഞാസ എന്നത് ധർമ്മജിജ്ഞാസ തന്നെയല്ലേ എന്നൊരു ചോദ്യം വരും. നോക്കൂ, തത്വജിജ്ഞാസ, തത്വങ്ങൾ പറയാനും പഠിക്കാനും ഉള്ള ജിജ്ഞാസ ധർമ്മജിജ്ഞാസ തന്നെയല്ലേ? ധർമ്മം തന്നെയല്ലേ തത്വം എന്നുള്ള അഭിപ്രായം ചിലർക്കുണ്ട്. ഈ വാദത്തിൽ സ്വപക്ഷത്തെ ഉറപ്പിക്കുവാനാണ് ഇനി ആരംഭം. സ്വപക്ഷം എന്ന് പറഞ്ഞാൽ ശരിയായ പക്ഷം ഏതാച്ച, സ്വന്തം പക്ഷം കേട്ടോ. അപ്പോൾ തത്വസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ഋഷികൾ അദ്വയമായ ജ്ഞാനമാണ് പരമതത്വം എന്ന് പറയുന്നു. തത്വസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ഋഷികൾ, അവർക്ക് ബാക്ക് ബാലൻസ് ഇല്ല, ആധ്യാത്മിക ബാലൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഋഷികളെ ആരാക്കി രാജഗുരുക്കന്മാരായിട്ട് വയ്ക്കും. കാരണം അവരുടെ അനുഗ്രഹാശിസുകളോടുകൂടി അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഋഷികളെ മാനിക്കാത്തൊരു കാലം വന്നാൽ അത് നമുക്ക് നശ്വരായിട്ട് തോന്നും, ധർമ്മച്യുതി വരും. അപ്പോൾ ഋഷികൾ അദ്വയമായ ജ്ഞാനമാണ് പരമതത്വം എന്ന് പറയുന്നു. അദ്വയം, രണ്ടെന്നുള്ളതില്ല. തന്നിലാണ് ഈശ്വരൻ, താനാണ് ഈശ്വരൻ, തന്നിലാണ് ഈശ്വരൻ വസിക്കുന്നത്. അപ്പോൾ ആ ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രഹ്മമായിട്ട് കണക്കാക്കണം. ആ ബ്രഹ്മത്തിൽ ലയിക്കാൻ വേറൊരു ശരീരം സ്വീകരിക്കാത്തൊരവസ്ഥയെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കണം. അപ്പോൾ ക്ഷണംതോറും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനമല്ല നമുക്ക് ആവശ്യം. ഈ ക്ഷണംതോറും മാറി മാറിക്കൊണ്ടിരിക്കുക അതേതാ? വാട്ട് എവർ യു സീ, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാണപ്പെടുന്ന പ്രകൃതി ഒരു കൊല്ലത്തിൽ 6 തരം മാറ്റത്തിന് പാത്രീഭൂതനാവുന്നുണ്ട്. എല്ലാ കാലത്തും മരങ്ങൾ ഫലം തരില്ല, എല്ലാ കാലത്തും മരങ്ങൾ പൂക്കില്ല, എല്ലാ കാലങ്ങളിലും വൃക്ഷങ്ങൾ തളിർക്കില്ല. അപ്പോൾ തളിർക്കുക, പൂവിടുക, കായ തരിക, അത് ഒരു വർഷത്തിൽ ഒരു കാലചക്രത്തിൻ്റെ തിരിച്ചലുണ്ടാവുന്ന കാര്യമാണ്. അതേമാതിരി മഴക്കാലത്ത് വയനാട്ടിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കുന്നതാണ് ശരി എന്ന് പറയണത് അറിവില്ലായ്മയാണ്. കാരണം ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യുന്നു എന്നുള്ള വേദവാക്യം അവിടെ വരും. ദൃശ്യം മാറിക്കൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവും കൂടി ഒരു ദൃശ്യം കാണുമ്പോൾ 2 കൂട്ടരും അത് ഒരേ ഇൻ്റലിജൻസ് അല്ല ഉപയോഗിക്കുക. ചിലവർക്കത് ഇഷ്ടമായി, ചിലവർക്ക് ഇഷ്ടാവില്ല. ഈ ചിത്രരചനയെ പോലെയാണ്. എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങളുടെ സ്കൂൾ കാലത്ത് വെറുതെ ഒരു വര ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒരു ആർച്ച് വരയ്ക്കുക, എന്നിട്ട് ചോദിക്കുകയാണ് എന്താണിത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അതിൽ കുറച്ച് ആരങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സൂര്യൻ ഉദിക്കുകയാണെന്ന് പറയും. അപ്പോൾ വേറൊരു കുട്ടി പറഞ്ഞു സാറേ ആരങ്ങളില്ലാതെ കണ്ട് അത് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും വൈദഗ്ധ്യമാണ്. ഒരു വസ്തുവിനെ കാണാൻ നമ്മുടെ ഇമാജിനേറ്റീവ് പവറാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഇമാജിനേഷനല്ല, പ്രാക്ടിക്കൽ നോളേജാണ്. ശരീരത്തിൻ്റെ വളർച്ച, ശരീരത്തിൻ്റെ തളർച്ച, ശരീരത്തിൻ്റെ പ്രയോജന ഭാഗം,
പ്രാവർത്തിക ഗരിമ, ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ചൈതന്യം വേണം. പുറമെയുള്ള ചൈതന്യമല്ല, ഇതിൻ്റെ ഉള്ളിലൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് നമ്മളെ നയിക്കണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചൈതന്യത്തിനെ നമ്മൾ വണങ്ങാതെ ഇരിക്കില്ല. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയാൽ നമുക്ക് സമാധാനമുണ്ടോ? ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഞാൻ ബ്രഹ്മജിജ്ഞാസിയാണ്, ഞാൻ ബ്രഹ്മവിത്താണ്, ഞാൻ എന്താണ് പറയുക, പുരുഷോത്തമനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെ തന്നെയാണ് നമ്മൾ മാനിക്കണത്. അപ്പോൾ തത്വസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ഋഷികൾ അദ്വയമായ ജ്ഞാനമാണ് പരമതത്വം എന്ന് പറയുന്നു. ക്ഷണം തോറും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനമല്ല, അവികാരിയും വികാരമില്ലാത്തതും ഏകരൂപവും പ്രതിദ്വന്ദ്വിയില്ലാത്തതും. എന്താ പ്രതിദ്വന്ദ്വി എന്ന് പറഞ്ഞാൽ? ഈശ്വരനോട് ഏറ്റുമുട്ടാവുന്ന ഒരു ശക്തിവിശേഷമില്ല. അതാണ് പ്രതിദ്വന്ദ്വിയില്ലാത്തതുമായ ആളെന്നല്ല പറഞ്ഞത്, അറിവ് എന്നാണ്. ജ്ഞാനം എന്ന് കാണിപ്പാനാണ് അദ്വയമായ എന്ന പദത്തെ ജ്ഞാനത്തിന് വിശേഷണമായി ഉപയോഗിക്കുന്നത്. അറിവ്, വിസ്ഡം, വേദം, അൾട്ടിമേറ്റ്, അതാണ് അൾട്ടിമേറ്റ്. അതിനേക്കാൾ വേറൊന്നുമില്ല, സുപ്പീരിയർ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എന്നാൽ തത്വവിത്തുക്കളെല്ലാവരും ഒരുപോലെയല്ല പറയുന്നത് എന്നൊരു വാദത്തിന് വഴിയുണ്ട്. ആ വാദം തന്നെ ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഒരേ തത്വത്തെ ഓരോരുത്തരും പേരുമാറ്റി പറയുന്നതല്ലാതെ, അതായത് ക്രിസ്ത്യൻസ്, ശരി നോക്കൂ, ആദ്യം സനാതനധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സനാതനധർമ്മത്തിലെ ആൾക്കാരെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആദരിച്ചിരുന്നു. പക്ഷെ അവർക്കറിയാം ഈ സൂര്യനാണ് പ്രത്യക്ഷ ദൈവം എന്ന് അവർക്കറിയാം. അപ്പോൾ അതിൽ നിന്നൊരു വിഭാഗം ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി, വേറൊരു വിഭാഗം ഇസ്ലാമിസ്റ്റുകളായി എന്നല്ലാതെ കണ്ട് പുതിയൊരു തത്വശാസ്ത്രം അവർ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ 3 ശാഖകൾക്കും സൂര്യനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഹൃദയമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഹൃദയസ്ഥിതനായിരിക്കുന്ന, അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ പറയുന്ന പോലെ ചിതാകാശ ഗുഹയിലിരിക്കുന്ന ചൈതന്യം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിന് നമ്മൾ മാറി മാറി എന്ത് പേരിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ പേര് മാറ്റി പറയുന്നതല്ലാതെ തത്വരൂപത്തിൽ അവർ ഭേദിക്കുന്നില്ല. ഉപനിഷത്തുകളെ പ്രബല പ്രമാണമായി നിശ്ചയിച്ചിരിക്കുന്ന തത്വജ്ഞന്മാർ പരമാർത്ഥ തത്വത്തെ ബ്രഹ്മമെന്ന് പറയുന്നു. ഹിരണ്യഗർഭോപാസകന്മാർ ആ തത്വത്തെ തന്നെ പരമാത്മാവെന്ന് പറയുന്നു. ഭക്തന്മാർ അതിനെ തന്നെ ഭഗവാൻ എന്ന നാമത്താൽ വ്യവഹരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ക്രിസ്ത്യാനിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്കോ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ബ്രഹ്മ ഉപാസകന്മാരുണ്ട്, ഭഗവാനെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്, പരമാത്മാവിനെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഭാഗവതത്തിലുണ്ട്. ഇനി 12ാമത്തെ ശ്ലോകം. ശ്രദ്ധദാന മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാം പശ്യന്തി ആത്മനി ച ആത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാം തശ്രദ്ധദാന മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്തി ആത്മനി ച ആത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. എന്താണർത്ഥം? അതിനെ ശ്രദ്ധിക്കുന്നവരായ മുനിമാർ, ഏതിനെ? ബ്രഹ്മത്തിനെ ശ്രദ്ധിക്കുന്നതായ മുനിമാർ ശ്രുതം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടതായും, ശ്രുതം കൊണ്ട് കേട്ടുകൊണ്ട് ഗ്രഹിക്കപ്പെട്ടതായും, പരോക്ഷമായ അറിവോടും വിഷയവൈരാഗ്യത്തോടും കൂടിയതുമായ പരോക്ഷമായ അറിവ്. എന്താ പരോക്ഷം എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അനുഭവയോഗ്യമായ അറിവ് വിഷയവൈരാഗ്യത്തോടുള്ളതായിരിക്കണം. സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതമല്ല പറഞ്ഞത്. എന്താ ഈ സുഖം എന്നുള്ളതിന്
അർത്ഥം പറയൂ. വിശപ്പുള്ളവന് എന്ത് കിട്ടിയാലും കഴിക്കും. വിശപ്പില്ലാത്തവൻ പഴങ്കഞ്ഞി കഴിക്കുമോ? ഇല്ല. അപ്പോൾ വയറ് നിറഞ്ഞാൽ സുഖമായി എന്ന് പറയണത് വ്യക്തിഗതമാണ്. പക്ഷേ ഈ പറയുന്ന രണ്ട് പേർക്കും ആത്മജ്ഞാനം ഒരേപോലെ അല്ലേ വേണ്ടത്? ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ഓടാൻ സാധിക്കും, ഒരാൾക്ക് ഓടാൻ സാധിക്കില്ല. അതിൽ ജ്ഞാനി ആരാണ്, അയാളല്ലേ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടല്ലേ ഒരു അന്ധൻ ഒരന്ധനെ നയിച്ചാൽ രണ്ടുപേരും വീഴും. നേരെ മറിച്ച് ഒരു അന്ധനെ നടക്കാൻ കഴിയാത്തൊരാൾ നയിച്ചാൽ രണ്ടാളും വീഴില്ല. അപ്പോൾ ഈ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുകൾക്കാണ് ആദർശങ്ങൾ എന്ന് പറയുക. ആ ദർശനങ്ങൾ, ആദർശം ഏത് ദർശനം? നശിക്കാത്ത ദർശനങ്ങൾ. ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും സൗഖ്യമുണ്ടാവും. ദർശനങ്ങളില്ലാതായാൽ, തത്വസംഹിതകൾ അറിയാതെ കൊണ്ട് പോയാൽ നമ്മളാരും അറിയില്ല. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ മോസ്റ്റ് പ്രൊഫസർ എന്താ പറയണത്? അതല്ലേ ശരി? ഓപ്പറേഷൻ തുടങ്ങിയ ആൾക്കാർ പേര് ആർജിക്കുന്നത് വരെ അല്ലേ അവരുടെ അടുത്ത് നമ്മൾ പോവോ? ഇല്ല. പക്ഷേ ഈ പേഷ്യൻറ്റിൻ്റെ ജന്മം കുറുകാറായി വിചാരിക്കുക. അതിപ്പോൾ എത്ര വലിയ സീനിയർ മോസ്റ്റ് പ്രൊഫസർ സർജനാണെങ്കിലും ആരംഭമുള്ള സർജനാണെങ്കിലും ഫലം ഒരേമാതിരിയാവും. അത് ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ. ഇപ്പോൾ തായമ്പക അത് എങ്ങനെ ആസ്വദിക്കുക? എത്രത്തോളം കയ്യിന് സ്വാധീനമുണ്ട്. ഈ പടം എങ്ങനെ മറിയും, അങ്ങനെയാണല്ലോ ഈ ഇരട്ടി, 4 ഇരട്ടി, 8 ഇരട്ടിയൊക്കെ കൊട്ടണത്. അപ്പോൾ ഇളത്താളക്കാരൻ്റെ താളബോധം. അപ്പോൾ ഒരു തായമ്പയ്ക്ക് പല കാരണങ്ങളുണ്ടല്ലേ. ഇളത്താളം മാത്രം കുത്തിയതുകൊണ്ടായില്ല. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം അറിവിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് ഒരു എൻജിനീയർക്കോ ഒരു ഡോക്ടർക്കോ കിട്ടാത്ത ആദരവ്, അല്ലെങ്കിൽ എൻജിനീയറും ഡോക്ടറും ആരാധിക്കുന്ന ആത്മാവാരുടെയാ? ആധ്യാത്മിക ആചാര്യന്മാരുടെയാണ്. ആധ്യാത്മിക ആചാര്യന്മാരുടെ. അപ്പം ആധ്യാത്മിക ആചാര്യന്മാർ ഈശ്വരീയത എന്താണെന്ന് അറിയാതെ കണ്ട് എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലവർ വടിയൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ച് തലയിൽ കട്ടൊക്കെ കെട്ടി കസവ് മുണ്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഭദ്രകാളിയാണ്. നാവ് പുറത്തേക്ക് ഇട്ടാൽ ഭദ്രകാളിയാവുമോ? ചോദിച്ചതിന് സമ്മാനം പറയണം. നാവ് പുറത്തേക്ക് ഇട്ട് ചുവന്ന പട്ട് കൊടുത്താൽ ഭദ്രകാളിയാവില്ല. ആവേശം അത് എത്ര സെക്കൻഡിനാണല്ലോ. ആവേശം എന്നുള്ളത് ഒരു സെക്കൻഡാണ്. എന്നിലും ആവേശമുണ്ട്, നിങ്ങളിലും ഓരോരുത്തരിലും ആവേശമുണ്ട്. ആ ആവേശത്തിനെ നമ്മൾ എന്തിനു ഉപയോഗിക്കണം? അതിനനുസരിച്ചിരിക്കും നമ്മുടെ പുരോഗതി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, മേൽ പ്രസ്താവിച്ച വിധം അത് ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ അതിനെ ശ്രദ്ധിക്കുന്നവരായ മുനിമാർ ശ്രുതം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടതായും പരോക്ഷമായ അറിവോടും വിഷയവൈരാഗ്യത്തോടും കൂടിയതുമായ ഭക്തി കൊണ്ട് പരമാത്മാവിനെ ക്ഷേത്രജ്ഞനിൽ കാണുന്നു. ഈ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ക്ഷേത്രം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ക്ഷേത്രം എന്നുള്ളതിന് പറമ്പ് എന്നർത്ഥമുണ്ട്, അമ്പലം എന്നർത്ഥമുണ്ട്, ശരീരം എന്നർത്ഥമുണ്ട്. ഇവിടെ ശരീരത്തിൽ കാണുന്നു എന്നാ. ശരീരത്തിലാണ് ക്ഷേത്രജ്ഞനെ കാണുന്നത്. ക്ഷേത്രം ശരീരം, അതിൽ ക്ഷേത്രജ്ഞൻ ജീവനെ കാണുന്നു, ബ്രഹ്മമായിട്ട് കാണുന്നു. മണി അടിച്ചു അമ്പലത്തിൽ. ഇതൊക്കെ ഒരു കോയിൻസിഡൻ്റാണ്.
അപ്പം മേൽ പ്രസ്താവിച്ച വിധം പല നാമങ്ങളിൽ പറഞ്ഞതായ ആ പരമാത്മതത്വത്തെ പല നാമങ്ങളിൽ കൂടെ പറയുന്നുണ്ട്. അറിവാൻ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്ന മുനിമാർ, ശ്രദ്ധവാൻ ലഭത്തെ കാര്യം. ആ അറിവിനെ പറ്റി പ്രതിപാദിക്കുന്ന വേദാന്തങ്ങളെ, തത്വശാസ്ത്രങ്ങളെ, ഉപനിഷത്തുകളെ, വേദാന്തങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉപനിഷത്തുകളെ ആചാര്യമുഖത്തിൽ നിന്ന് ശ്രവിക്കുന്നു. അപ്പോൾ നാശരഹിതമായ ഒരു തത്വമുണ്ടെന്നുള്ള പരോക്ഷജ്ഞാനം അവർക്കുണ്ടായി. നാശരഹിതമായ ഒരു ഈശ്വരനുണ്ടെന്നല്ല പറഞ്ഞത്, നാശരഹിതമായ ഒരു തത്വമുണ്ടെന്നാണ്. നാശരഹിതമായ ഒരു തത്വം ഉണ്ടെന്നുള്ള പരോക്ഷജ്ഞാനം അവർക്കുണ്ടായി. എല്ലാ മുനിമാർക്കും, കറുത്തവർക്കും വെളുത്തവർക്കും കുറിയവർക്കും നീളമില്ലാത്തവർക്കും താടിയുള്ളവർക്കും താടിയില്ലാത്തവർക്കൊക്കെ ഒരേ ജ്ഞാനമാണ്. എന്താ ജ്ഞാനം? തീ തൊട്ടാൽ പൊള്ളും. തീ തൊട്ടാൽ പൊള്ളും. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു ചൂടുണ്ട്, അതിനെ ആരാണ് നിയന്ത്രിക്കണത്? നമ്മുടെ ശരീര താപത്തെ ആരാണ് നിയന്ത്രിക്കണത്? ഇല്ലേ? എൻ്റെ കുട്ടി പനിച്ച് പറിച്ചു, തൊട്ടാ പൊള്ളും. നമ്മളാരും കൊണ്ടുവച്ചിരുന്നില്ലല്ലോ. പരമ പ്രേമമുള്ള ഭാര്യയ്ക്ക് ഭർത്താവ് തീ കോരി ഇടുന്നില്ല. പരമ എന്താണെന്നാ പറയുക, കണ്ണേ കരളെന്ന് വിളിക്കണ ആരും, കാമുകനായാലും കാമുകിയായാലും. പക്ഷെ നമുക്ക് ഉള്ളിൽ ചൂടുണ്ടാവുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കണതാരാ? അറിവാണല്ലോ നിയന്ത്രിക്കണത്. പക്ഷേ നമ്മുടെ അറിവിനും ബ്രഹ്മത്തിൻ്റെ അറിവിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കാശുണ്ടെങ്കിലും ഈ അറിവാകുന്ന ശക്തിവിശേഷം പുറത്തേക്ക് പോകേണ്ട സമയമായാൽ ഏത് ചികിത്സയും ഫലിക്കില്ല. അതല്ലേ ശരി? അപ്പോൾ എന്താണെന്നാ പറയുക, ആയുർവിദ്യ എന്ന് പറഞ്ഞെന്താ? ആയുസ്സുള്ള കാലം ശരീരത്തെ വേണ്ട പോലെ നിലനിർത്തുക എന്നാണ്. അതിനാണ് ആയുർവേദം. അല്ലാണ്ട് ആയുർവേദം ഉണ്ടായാൽ മരിക്കാതെ കൊണ്ടിരിക്കുന്ന എവിടെ എഴുതി വെച്ചിട്ടില്ല. ചരക സംഹിതയിലില്ല, അലോപ്പതിയിലുമില്ല. ഡോക്ടർമാരെന്നെ മരിക്കണു. ഡോക്ടർമാരും പ്രിൻസിപ്പൾ വൈസാരാ, അതായത് തത്വശാസ്ത്രപ്രകാരം ആരാ? മനുഷ്യന്മാരാണ്. അപ്പം മനുഷ്യന്മാരിലുള്ള ഇൻ്റലിജൻസിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം? അപ്പോൾ പരോക്ഷജ്ഞാനം അവർക്കുണ്ടാകുന്നു. അതിൻ്റെ വളർച്ചയോടുകൂടെ മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു വരികയും, അല്ലേ, ആത്മീയ നിർവൃതിക്ക് വേണ്ടി തത്വഗ്രന്ഥങ്ങളുടെ പിന്നാലെ പോയാൽ അയാൾക്ക് സീരിയലുകൾ അനുഭവിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ചിലതിനെ ത്യജിച്ചാലേ ചിലതിനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഉറക്കൊഴിഞ്ഞ് കഥകളി കാണണതും ഉറക്കൊഴിഞ്ഞ് മേളം കൊട്ടണതും ഉറക്കൊഴിഞ്ഞ് ആനപ്പാപ്പാൻ ആനേനെ നിയന്ത്രിക്കണതും ഒക്കെ വ്യത്യാസമില്ലേ? അപ്പോൾ ബുദ്ധിയുടെ പരമമായ അവസ്ഥയെ നമ്മൾ എന്തിനു ഉപയോഗിക്കണോ അതായി നമ്മൾ മാറും. അതിൽ നിന്ന് ആ ഒരു പ്രോവർബ് വന്നു. എന്താ അത്? ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. അവൻ ആരായിരിക്കണം? കള്ളനാവാൻ പാടില്ല. ഇന്ന് കള്ളം വരും വീട്ടിലേക്ക്, ഉറക്കില്ല ചിലവർക്ക്, ഭർത്താവില്ല, ചിലവരങ്ങനെ ഉണ്ട്. പുരുഷനില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്നത്, പുരുഷനുണ്ടായ എന്താ കള്ളന്മാർ വരില്ലേ? അപ്പം നമ്മുടെ അറിവ് റീച്ചാവണതിൻ്റെ രീതി എത്രയാണ്, അതിനനുസരിച്ച് നമ്മൾ മായയിൽ കൊടുക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ കള്ളന്മാർ വന്നാൽ ഒന്നും കിട്ടില്ല. കാരണം എന്താ? എൻ്റെ വീട്ടിൽ സമ്പത്തില്ല. അപ്പോൾ എനിക്ക് പേടിക്കാനില്ല. എൻ്റെ സമ്പത്ത് ജ്ഞാനാണ്, അറിവാണ്. അത് എൻ്റെ മൂളയിലാണ്. അത് ഞാൻ ദഹിപ്പിക്കപ്പെടുമ്പോൾ കത്തിപ്പോവും. അതിൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യണു? ആവശ്യക്കാർക്ക് വധച്ചു കൊടുക്കണു. അവർ വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ എൻ്റെ അറിവ് എൻ്റെ അറിവില്ലായ്മയാകുന്ന ജനന മരണങ്ങൾക്ക് ഉപകാരപ്പെടണം.
എനിക്ക് ജനിക്കേണ്ട ആവശ്യമില്ല. പുനരഭി ജനനം വേണ്ട. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തു രക്ഷിക്കണേ. അപ്പോൾ അതിൻ്റെ വളർച്ചയോടുകൂടെ മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു വരികയും തത്വത്തിൽ പരമപ്രേമലക്ഷണയായ ഭക്തി, ഇവിടെ ആ പരമപ്രേമ ലക്ഷണം എന്ന് പറയുണ്ടായി. അപ്പോൾ ഈശ്വരനോടുള്ള പരമപ്രേമമാണ് ഭക്തി. അത് നശിക്കില്ല, ഈശ്വരൻ നശിക്കില്ല. അനാദികാലം മുതൽക്കുള്ള ശക്തിവിശേഷമാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഈശ്വരൻ നശിക്കുന്നില്ല. നമ്മളൊക്കെ നശിക്കും, ആചാര്യന്മാർ നശിക്കും, ഋഷികൾ നശിക്കും. അപ്പോൾ പരമപ്രേമലക്ഷണയായ ഭക്തി ജനിക്കുകയും ആ ഭക്തി കൊണ്ട് തന്നെ ശരീരാദി ജഡതത്വങ്ങളെ പ്രകാശിപ്പിച്ചും കൊണ്ട് ഈ ശരീരത്തിൽ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ, ക്ഷേത്രത്തിൻ്റെ അധികാരി. ഈ ശരീരത്തിൻ്റെ ഉടമ ആരാ? പരബ്രഹ്മാണ്. ഭാര്യയും ഭർത്താവും ഒന്നുമല്ല, മക്കളൊന്നുമല്ല. ഇത് പഠിക്കാതെ കണ്ട് 10,000 50,000 അന്നദാനത്തിന് കൊടുത്തു പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ജീവാത്മാവിൽ, ഇതിനർത്ഥം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ജീവാത്മാവിൽ പരമാത്മാവിനെ അപരോക്ഷമായി അറിയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുക, അറിവുള്ളവരിലും ഇല്ലാത്തവരിലും ആരുണ്ട്? ജീവനുണ്ട്. ആ ജീവനെ, ജീവാത്മാവിൽ പരമാത്മാവിനെ അപരോക്ഷമായി അറിയാൻ സാധിക്കണം. അതന്നെയാണ് ഇപ്പോൾ നാരായണ ഗുരു, രമണ മഹർഷി, ചട്ടമ്പി സ്വാമികൾ, നാരായണത്ത് ഭ്രാന്തൻ, പാക്കനാര്, ബ്രഹ്മശ്രീ പട്ടം ഉള്ളവരെ ഞാൻ പറയണില്ല, അതൊരു പട്ടാണ് ബ്രഹ്മശ്രീ എന്നുള്ളത്. ശങ്കരാചാര്യര് പട്ടമില്ലാത്ത ആളാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. ഗുരുവായൂർ അമ്പലത്തിലെ കർമ്മങ്ങളൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞ പോലെയാണ് എന്ന് നമ്മൾ പറയാമെന്നല്ലാണ്ട് ശങ്കരാചാര്യർ കുട്ടി മൂത്രമൊഴിച്ചാൽ പുണ്യാഹം വേണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പൂജാരി വർഗം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു സ്ഥലത്ത് തറ്റുടുത്ത് കർമ്മം ചെയ്യുന്ന സമയത്ത് കീഴ്ശ്വാസം പോയാൽ ആദ്യം മുങ്ങിക്കുളിച്ച് തറ്റുകൊടുക്കണമെന്ന് ശാസ്ത്രമുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം കീഴ്ശ്വാസം പോയില്ല എന്ന് ഞാൻ പറയില്ലല്ലോ ആർക്കും. നിങ്ങൾക്ക് ചിറി വന്നിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് ചിറിയല്ല, എനിക്കതിൻ്റെ സീരിയസ്നെസ് ആലോചിച്ചിട്ട് മനുഷ്യന്മാർ കബളിപ്പിക്കപ്പെടുന്നതിനെ പറ്റിയിട്ടാണ് എൻ്റെ ബുദ്ധി പോണത്. അപ്പോൾ ഭക്തിക്ക് ഇതൊന്നും ബാധകമല്ല. ഭക്തിക്കത് ബാധകമല്ലാത്തത് കൊണ്ടാണ് പൂന്താനം തിരുമേനിയും നാരായണ ഭട്ടതിരിയും 2 തിലാസിൽ ഉണ്ടായത്. പറയുമ്പോൾ അവർ രണ്ടുപേരും ഒരേ സമുദായത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ പറയണതിൻ്റെ സീരിയസ്നെസ് എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ജീവാത്മാവിൽ പരമാത്മാവിനെ അപരോക്ഷമായി അറിയുകയും ചെയ്യുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്നുള്ള അനുഭവം മുനിമാർക്കുണ്ടാവുന്നു. നമ്മൾക്ക് എന്തുകൊണ്ട് ഉണ്ടാവണില്ല? അറിവില്ലായ്മ കൊണ്ട്. ഒരു നാട്ടിലെ ഒരു സമ്പന്നൻ മരിച്ചാൽ എല്ലാവരും അവിടെ എത്തിക്കൊള്ളണമെന്നില്ല, പക്ഷെ എല്ലാവരും എത്തുന്നുണ്ട്. 2 നേരം ആഹാരം കഴിക്കാണ്ട് ചോർന്നൊലിച്ച് ജീവിക്കുന്ന കുടിലിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ എത്ര ആൾ പോകുന്നുണ്ട്? എന്തുകൊണ്ട് നമ്മൾ പോകണില്ല? അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, ക്ലാസ് കോൺഷ്യസ് കൊണ്ട്. അതൊക്കെ നമ്മളെ പുനരഭിജനനത്തിന് ഉന്തിവിടുകയാണ്. നീയും അതേപോലെ ആവുമ്പോൾ നിനക്കറിയാം.
അപ്പോൾ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സമൂഹത്തിൽ. എന്താ? നിർധനനെ താങ്ങണം, നിർധനനെ താങ്ങണം, അറിവുണ്ടാക്കി കൊടുക്കണം അവനെ ആഹാരം കൊടുത്ത് അടിമകളാക്കല്ല വേണ്ടത്. അതാണല്ലോ ഈ തോട്ടം മേഖലകളിലൊക്കെ എന്താ സംഭവിക്കണത്? സിംഹളീസ് എത്രയോ തമിഴന്മാർ പോയിട്ട് തോട്ടം തൊഴിലാളികളായി. നമ്മളും ഒരുപാട് കാലത്ത് മലേഷ്യയിലൊക്കെ പോയി ചായത്തോട്ടത്തിൽ ജോലി ചെയ്തുള്ള ആൾക്കാർ സ്വർണ്ണ പല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം മലേഷ്യയിൽ അന്ന് സ്വർണത്തിന് വില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അടിസ്ഥാനമായിട്ട് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമ്മൾക്കൊക്കെ ശരീരമുണ്ട്. അതിലുള്ള ഈശ്വരനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയും. അത് അപ്പർ ക്ലാസ് ആൾക്കാരെ മാത്രമല്ല, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസം ഇല്ലാതെ കണ്ട് എല്ലാവർക്കും ബ്രഹ്മജ്ഞാനത്തിലെത്താനുള്ള അവകാശമുണ്ട്. സാഹചര്യങ്ങൾ ആവണില്ല, എത്തണില്ല. അവിടെ കിടക്കട്ടെ. 13ാമത്തെ ശ്ലോകം. അത പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. എന്താണ്? അത പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അതിനാൽ ഹേ ബ്രാഹ്മണോത്തമന്മാരെ, പുമാന്മാരാൽ, അതായത് സാധാരണക്കാരാൽ, ജീവനുള്ളവരാൽ, വർണ്ണാശ്രമ വിഭാഗത്താൽ നന്നായി അനുഷ്ഠിക്കപ്പെടുന്ന ധർമ്മത്തിൻ്റെ ഫലപ്രാപ്തി ഹരിയുടെ ആരാധനം എന്നറിയുക. എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ശരീരം ധരിച്ചതിൻ്റെ ഉദ്ദേശം ഹരിപ്രാപ്തി, ഹരിയുടെ ആരാധന. ഇല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ സമ്പത്തില്ലാത്ത ആൾക്കാരും ഒരു കല്ല് കുത്തി ഒരു കള്ളിയുടെ മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് ആരാധിക്കുന്നുണ്ട്. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. എല്ലാവർക്കും സ്വർണ്ണക്കൊടി മരം വയ്ക്കാൻ പറ്റുമോ? എല്ലാവർക്കും പിച്ചള പൊതിയാൻ പറ്റുമോ? എല്ലാവർക്കും പാലഭിഷേകം ചെയ്യാൻ പറ്റുമോ? പഞ്ചാമൃതാഭിഷേകം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ സ്വർണം പൊതിഞ്ഞ ക്ഷേത്രത്തിൽ പോവാൻ എന്തുകൊണ്ടാണ് താല്പര്യം? നമുക്ക് അജ്ഞാനം കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട്. അപ്പം നമ്മൾ രാമായണത്തിലെ എന്താ പറയുക, രാമായണത്തിലെ പഴങ്ങൾ കടിച്ച് മധുരമുണ്ടെങ്കിൽ മാത്രം ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൊടുക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. പേര് വരണില്ല എനിക്ക്, കാരണം ചിലപ്പോൾ പേരുകൾ ഓർക്കാൻ സാധിക്കില്ല. ജടായുൻ ഭഗവാൻ ശ്രീരാമൻ്റെ മടി കിടന്നിട്ടാണ് മരിച്ചത്. അപ്പം ജടായു ചെയ്തിട്ടുള്ള ധർമ്മം എന്താ? സീതാദേവിയെ രാവണനിൽ നിന്ന് രക്ഷിക്കാൻ തൻ്റെ ചിറക് അടിച്ച് യുദ്ധം ചെയ്തു. അപ്പോൾ കർമ്മമാണ് ശ്രേഷ്ഠമാവണത്. എന്താ? വേറൊരു ജീവനെ രക്ഷിക്കുക എന്നുള്ളത്. അല്ലാതെ കണ്ട് ഓടിപ്പോകുന്ന മാനിനെ കൊന്ന് മാനിൻ്റെ ഇറച്ചി തിന്ന ആ കർമ്മമല്ല. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം അറിയാം. ഭക്തി കൊണ്ട് തന്നെ പരമാത്മാനുഭവം ഉണ്ടാകുന്നതിനാൽ ഭക്തി ഉണ്ടായാൽ മതി. അല്ലാതെ കണ്ട് എന്താണെന്ന് പറയുക, വലിയ വലിയ താന്ത്രിക ചടങ്ങൊന്നും വേണ്ട. അതിലേക്ക് ശ്രദ്ധ പോണത് സമ്പത്തിൻ്റെ ദുര്യോഗമാണ്. സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സാധാരണക്കാരനും മനസ്സിലാവണില്ല. കർണാടകയിൽ ഒരു ഗ്രാമമുണ്ട്, മുഴുവൻ ആൾക്കാരും സാധുക്കളാണ്. അവർ മുഴുവൻ സംസ്കൃതം സംസാരിക്കും. അവർ ലോകത്തിലുള്ളവരേനൊക്കെ മാതൃകാ പുരുഷന്മാരായി ജീവിക്കണം. അവർ സമ്പന്നന്മാരായിട്ടല്ല,
അവരെ പ്രത്യേക സമയത്ത് എണീക്കണു, പ്രത്യേക കർമ്മങ്ങൾ ശാസ്ത്രവിധി പ്രകാരം ചെയ്യണു. എല്ലാവരും ഭക്തിമാർഗത്തിലാണ്. അപ്പോൾ ഭക്തി കൊണ്ട് തന്നെ പരമാത്മാനുഭവം ഉണ്ടാകുന്നതിനാൽ ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെയും ബ്രഹ്മചര്യാദി ആശ്രമങ്ങളെയും അവലംബിച്ച് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോടെ നടത്തി വരുന്നതിൻ്റെ ശരിയായ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല, കാശുണ്ടാക്കലല്ല ബ്രാഹ്മണ്യം, കാശുണ്ടാക്കലല്ല ക്ഷത്രിയത്വം, കാശുണ്ടാക്കലല്ല ഏത് വൈശ്യത്വം, കാശുണ്ടാക്കലല്ല ഏത് ശൂദ്രത്വം. ഇതെന്തുകൊണ്ട് നമ്മൾ പറയണില്ല? ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു വേർപാട് നടത്തണം. അപ്പോൾ നമുക്ക് കൊട്ടേഷൻ തരുന്നുണ്ട് ആൾക്കാരില്ലേ പൂജയ്ക്ക്. അവർ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ? അല്ല. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കൊട്ടേഷൻ തരാത്തത്? നിങ്ങളെല്ലാവരും ഒരു 250 രൂപ ഗൂഗിൾ പേ ഒരു മാസത്തെ ചെയ്താൽ എൻ്റെ യൂട്യൂബ് തുറക്കും. പൈസ ഇടാത്തവർക്ക് യൂട്യൂബ് തുറക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ പെട്ടു. ഇതിൽ പെട്ടിട്ട് അങ്ങനെ കാശ് കിട്ടിയിട്ട് അത് എനിക്ക് വാഴില്ല എന്നുള്ള പരമസത്യത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കാശ് കിട്ടിയാലും കാശ് കിട്ടിയില്ലെങ്കിലും ഞാൻ ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് പോകേണ്ട ആളാണ്. അതിനുള്ള സന്നദ്ധത ഉണ്ടാക്കാതല്ലാണ്ട് കാശിന് ബാങ്കിലിടാനല്ല എൻ്റെ ജോലി. ആർക്ക് വേണ്ടിയിട്ടാണ് കാശുണ്ടാക്കുന്നത്? എൻ്റെ മക്കളേനെ ഈശ്വരൻ നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രശ്നമുണ്ടോ? അപ്പോൾ ഇവിടെ ശ്രീഹരിയെ അപ്പോൾ പറഞ്ഞു, നിത്യനൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോടെ നടത്തി വരുന്നതിൻ്റെ ശരിയായ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല, ശ്രീഹരിയെ സന്തോഷിപ്പിക്കുന്നതിന് ഉപകരിക്കണം എന്ന് പറഞ്ഞാൽ നാരായണീയം ചെല്ലാൻ പട്ടുസാരി വേണമെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇന്ന ദിവസം ഇന്ന കളർ സാരി വേണം നവരാത്രിക്ക് എന്നുള്ളത് ആരോ എഴുതി പിടിപ്പിച്ചതാണ്. ദേവി ഭാഗവതത്തിലില്ല. ദേവി ഭാഗത്തിലില്ല. അതേമാതിരി പഞ്ചവാദ്യം വധിക്കുന്ന എല്ലാവരും ഒരേമാതിരി യൂണിഫോം ഡബിൾ മുണ്ട് വേണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അതൊക്കെ നമ്മളൊരു എന്താ പറയുക, രസികത്വം. അപ്പം ആ രസികത്വം അതിൽ തിമ്മലക്കാർക്ക് മുഴുവൻ ഒരേ മൂല്യമാണോ നമ്മൾ കൊടുക്കുന്നത്? മദ്ദളം വാദിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേ മൂല്യമാണോ കൊടുക്കുന്നത്? ഇളത്താളം വധിക്കുന്ന എല്ലാവർക്കും ഒരേ മൂല്യമാണോ? കൊമ്പ് പ്രയോഗിക്കുന്നവർക്ക്, ഇടയ്ക്ക ഉപയോഗിക്കുന്നവർക്ക് അല്ല. അപ്പോൾ ഈ യൂണിഫോമിൻ്റെ പ്രസക്തി എന്താ ഉള്ളത്? അവരുടെ എന്താണെന്നാ പറയുക, അവരുടെ കോൺട്രിബ്യൂഷൻ ഒരേപോലെയല്ലേ? എല്ലാവരും വേർത്തൊലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ആരാധനം തന്നെ ധർമ്മത്തിൻ്റെ യഥാർത്ഥമായ ഫലം. ശ്രീഹരിയെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഉദ്ദേശം. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരെയും. അത് ഞാൻ ഒന്നുകൂടി പറയാം. ഭക്തി കൊണ്ട് തന്നെ പരമാത്മാനുഭവം ഉണ്ടാകുന്നതിനാൽ ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ. കുചേലൻ എന്ത് താന്ത്രിക ചടങ്ങാണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് കിട്ടിയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്തി അല്ലേ? അതേപോലെ തന്നെ അല്ല. അപ്പോൾ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെയും ബ്രഹ്മചര്യാദി ആശ്രമങ്ങളെയും അവലംബിച്ച് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളെ
ശ്രദ്ധയോടെ നടത്തി വരുന്നതിൻ്റെ ശരിയായ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അർത്ഥലാഭത്തിന് വേണ്ടി ഭാഗവതത്തെ, നാരായണീയത്തിനെ, ഇപ്പോൾ ആ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ പറയണ്ടല്ലോ, ഇത് വിഷ്ണുപ്രീതിക്ക്, മഹാവിഷ്ണു പ്രീത്യർത്ഥം. അത് നമ്മൾ വായിക്കണില്ല, അത് മനസ്സിലാക്കണില്ല. മഹാവിഷ്ണു പ്രീതിപ്പെടുത്തിയാൽ പിന്നെ എല്ലാം നമ്മൾക്ക് കരുതലാണ്. എന്ത്? ഭൗതിക പിന്നെ വിഷയവൈരാഗ്യം വന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെയും ബ്രഹ്മചര്യാദി ആശ്രമങ്ങളെയും അവലംബിച്ച് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോടെ നടത്തി വരുന്നതിൻ്റെ ശരിയായ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല, ധനസമ്പാദനമല്ല. ശ്രീഹരിയെ സന്തോഷിപ്പിക്കുവാൻ ഉപകരിക്കുന്ന ആരാധനം തന്നെ ധർമ്മത്തിൻ്റെ യഥാർത്ഥ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.